ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് മോദി 3.0 എന്താണ് അർത്ഥമാക്കുന്നത്? മൂന്നാം തവണ അധികാരത്തിൽ കയറിയ ബി സർക്കാരിന്റെ ആദ്യത്തെ അജണ്ട 2027 കൂടി സമ്പദ് വ്യവസ്ഥയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മാറുമെന്നുള്ളതാണ്. ഇതാണ് ലക്ഷ്യമിടുന്നത്. അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക, സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കിടയിൽ ഒരു ആഗോള നേതാവെന്ന നിലയിൽ ഇന്ത്യയിൽ പദവി ഉറപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. ഇത് മോദിയുടെ പുതിയ ചാപ്റ്ററിലെ ഒരു പുതിയ തീരുമാനം തന്നെയാണ്. നിലവിലെ 8.5% GDP വളർച്ച നിരക്കിനൊപ്പം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ നേടാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ തന്നെ സാമ്പത്തിക ശക്തികളിൽ 3-ാം സ്ഥാനത്തേക്കാണ്. ഇപ്പൊ 2014 മോദി അധികാരമേറ്റ മുതൽ ഇന്ത്യ ഇതിനകം 5-ാം സ്ഥാനത്തേക്ക് വളർന്നു. ഇത് നമ്മൾ ഓരോരുത്തരും, ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക വളർച്ച 2027 3-ാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയാക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ സ്ഥിരീകരിക്കുന്ന സൂചനകൾ തന്നെയാണ്. ഇപ്പൊ 2047 കൂടി വികസിത ഇന്ത്യ എന്ന അഭിലാഷങ്ങളുമായിട്ട് യോജിച്ചു നിൽക്കുന്നതാണ് മോദിയുടെ 3 ടേമിലെ പരിഷ്കാരം. മോദിയുടെ അജണ്ട രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇപ്പൊ വിദേശ നയത്തിന്റെ കാര്യത്തിലും BJP UNSC അംഗത്വത്തിന് ഊന്നൽ നൽകും. എന്നാൽ ഈ ഒരു പരിശ്രമത്തിന് ഐക്യരാഷ്ട്രസഭയെ പരിഷ്കരിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ UNSC പരിഷ്കരിക്കുന്നത് ഒരു സാങ്കേതിക വെല്ലുവിളി തന്നെയാണ്. കാരണം അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചൈന P5-ൽ ചൈന പെർമനന്റ് ആണ്. ഈ P5 മെമ്പേഴ്സിൽ ഇന്ത്യ ഈ ഒരു റാങ്കിൽ ചേരാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും UN രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടുന്നതിന് ഇന്ത്യ കാത്തിരിക്കില്ല എന്നുള്ളതാണ് സൂചനകൾ തരുന്നത് തന്നെ. മറ്റൊന്ന്, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ താല്പര്യങ്ങളുമുള്ള സമാന ചിന്താഗതിക്കാരായിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ രാജ്യങ്ങളുമായുള്ള പ്രത്യേക വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബദൽ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മിനി ലാറ്ററൽ സ്ഥാപനങ്ങളെ ഇന്ത്യ മികച്ചതാക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഇൻഡോ പസഫിക്കിൽ ചൈനയെ കുറിച്ച് പൊതുവായിട്ടുള്ള സുരക്ഷാ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി സംവാദം രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ, അതായത് ഈ അംഗ രാജ്യങ്ങളുടെ സജീവമായിട്ടുള്ള നിലപാട് കൂടുതൽ ഏകോപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ അതിന്റെ പങ്ക് വർദ്ധിക്കുന്നതിനായിട്ട് ഫ്രാൻസും ഇന്ത്യയുമായും അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും സഹകരിക്കുന്നുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്, അതുപോലെ തന്നെ മൗറീഷ്യസ് എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റൊരു ഫലപ്രദമായിട്ടുള്ള ഒരു സുരക്ഷാ ഗ്രൂപ്പ് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുമായി ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കില്ല. കാരണം ചൈനയുമായുള്ള സംഘർഷം തുടരുന്ന ഈ ഹിമാലയൻ അതിർത്തിയിലെ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനെ നവീകരിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ കിഴക്കൻ സെക്ടറിലെ ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾക്ക് അതിനുമേലുള്ള ചൈനയുടെ അവകാശവാദം ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചിരുന്നു. 2020 ചൈനീസ് പീപ്പിൾസ് ലിബറൽ ആർമിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് 20 സൈനികരെയാണ് നഷ്ടപ്പെട്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സിക്കിമിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ഷിഗാക്സയിൽ ചൈന അത്യാധുനികമായിട്ടുള്ള J-20 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വികസിച്ചിരുന്നു. ഇത് ഇന്ത്യക്ക് വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം BJPയുടെ മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ചൈനയെ കുറിച്ചുള്ള പരാമർശമാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിലെ ശക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്തുമെന്നുള്ള പ്രതിജ്ഞ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, ഇപ്പം തായ്വാൻ കടലിടുക്ക് ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക്കൻ സമാധാനം ഉറപ്പാക്കൽ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുമായുള്ള മിനി ലാറ്ററൽ സഖ്യം ശക്തിപ്പെടുത്തുക എന്നിവയിലാണ് ഇപ്പൊ മോദി 3.0 ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് തന്നെ പറയാം.